എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഫേസ്ബുക്കിൻ്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എടുക്കുന്ന സമയത്ത് പലവർക്കും പല ചേഞ്ചസും കാണാനിടവന്നിട്ടുണ്ട്. ചിലവർക്ക് പോയിട്ടുണ്ട്, അതായത് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്നുള്ള ഐക്കൺ പലർക്കും പോയിട്ടുണ്ട്, ചിലവർക്ക് പുതുതായിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സപ്പോസ് നിങ്ങൾക്ക് എമ്മിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 31 മുമ്പായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഇൻവിറ്റേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതിൽ യു ആർ ഇൻവൈറ്റഡ് സൈൻ അപ്പ് ഫോർ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ചെയ്യുക. അതുപോലെ തന്നെ ജോയിൻ ഫേസ്ബുക്ക് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു മെസ്സേജ് ഉണ്ടായാലും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ പലർക്കും ഉണ്ടായ ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ ടാബ് എടുക്കുന്ന സമയത്ത് ഓഗസ്റ്റ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ കാണിക്കുന്നുണ്ട്. മറ്റ് 28 ദിവസത്തെ ഒരു ഏർണിങ്സാണ് കാണാൻ കഴിയുക, കഴിഞ്ഞ 28 ദിവസങ്ങളിലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ അപ്ഡേറ്റ്സ് നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പുതുതായിട്ട് ഏതൊക്കെ ഹാഷ്ടാഗ് ചേർക്കണം എന്നുള്ളത് കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ വേറെ തന്നെ കാണിക്കുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും പ്രത്യേക ഏർണിങ്സ് ആയിട്ടാണ് ഇപ്പം കാണിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ മോണിറ്റൈസേഷൻ എനേബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ എപ്പോഴും നമ്മുടെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് വേണമെന്ന് വിചാരിച്ചാൽ നമ്മളുടെ പ്രൊഫൈൽ ഗ്രീൻ ടിക്ക് അല്ലേ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ സൈഡ് കാണിക്കുന്നത് എപ്പോഴും ഗ്രീൻ ടിക്ക് അല്ലേ എന്നുള്ളത് നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.